ഇടക്കൊച്ചി സെന്റ് ലോറൻസ് യു പി സ്കൂൾ 106ാമത് വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും സംഘടിപ്പിച്ചു. കൊച്ചി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി ജനറൽ മാനേജർ റവറന്റ് ഫാദർ ആന്റണി അഞ്ചുതൈക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊച്ചി നഗരസഭാ കൗൺസിലർ അഭിലാഷ് തോപ്പിൽ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഇത്രയും വർഷങ്ങള് ഈ സ്കൂളും അതുപോലെ മറ്റു സ്കൂളുകളിലും കുഞ്ഞുങ്ങൾ എത്രയോ 33 തലമുറ അല്ലെങ്കിൽ അതിനടുത്ത് തലമുറകളെ വാർത്തെടുത്ത അധ്യാപകരാണ് ഇവർ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അധ്യാപകരുണ്ടായിരുന്നു. 1ാം ക്ലാസ്സിലാണ്, അന്നൊന്നും UKG പ്രീ പ്രൈമറി ഒന്നും അത്ര ചിട്ടയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 1ാം ക്ലാസ്സിലാണ് എന്നെ കൊണ്ട് ചേർത്തത്. പക്ഷേ ഞാൻ ഇന്ന് ഓർക്കുന്ന 1ാം ക്ലാസ് മുതൽ അതിനുശേഷം സെമിനാരിയിലും അതിനുശേഷം വിദേശത്തും ഒക്കെ ഇഷ്ടംപോലെ പഠിപ്പിച്ച അധ്യാപകരുണ്ട്, 100 കണക്കിനുണ്ട്. പക്ഷെ ഇതിൽ ഓർത്തിരിക്കുന്നത് ഞാനൊരു പണിക്കർ സാറിനെ 1ാം ക്ലാസ്സിൽ എന്നെ കൈപിടിച്ച് സ്കൂളിലേക്ക് ചേർത്ത, കരഞ്ഞ് വിലപിച്ചാണ് ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ എന്നെ സ്നേഹപൂർവ്വം മിഠായി തന്ന്, ജീരക മിഠായി ഒരു ഡപ്പിയിൽ കൊണ്ടുവന്ന് എനിക്ക് തന്ന് എൻ്റെ കരച്ചിലൊക്കെ മാറ്റി കൈപിടിച്ച് ചേർത്ത് നിർത്തി സ്കൂളിൽ. അപ്പം ഞാൻ സാറിൻ്റെ സ്വന്തവും സാർ എൻ്റെ സ്വന്തമായിട്ട് പഠിക്കാൻ എനിക്ക് സ്കൂൾ ഇഷ്ടമൊക്കെ ആയത് അന്ന് മുതലാണ്. ഇടക്കൊച്ചിയുടെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും വലിയ മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സ്കൂളാണ് ഇടക്കൊച്ചി സെന്റ് ലോറൻസ് യു പി സ്കൂൾ. 106 വർഷത്തിനിപ്പുറവും ആ ഒരു ഇടക്കൊച്ചിയുടെ തലയെടുപ്പുള്ള ഒരു കെട്ടിടമെന്ന് പറഞ്ഞ് നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ ഇപ്പോഴും സാധിക്കുന്നത് ഇടക്കൊച്ചി സെന്റ് ലോറൻസ് സ്കൂൾ തന്നെയാണ്. ഇന്ന് സ്കൂളിൻ്റെ വാർഷികാഘോഷ ദിനമാണ്. ഒപ്പം വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പ്, കൂടാതെ അധ്യാപക രക്ഷകർക്ക് ദിനവും കൂടിയാണ് ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത്. ഇന്ന് 3 അധ്യാപകരാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് വിരമിക്കുന്നത്. എൽസബത്ത് ടീച്ചർ 34 വർഷത്തെ വലിയ ദീർഘമായ സേവനത്തിന് ശേഷമാണ് ഇന്ന് വിരമിക്കുന്നത്. മാരി ടീച്ചർ 21 വർഷവും നമ്മുടെ ജിനി ടീച്ചർ 24 വർഷവും പൂർത്തിയാക്കി അധ്യാപകനായിരിക്കുന്നു. ഒരു അധ്യാപകൻ ഏറ്റവും നല്ല വിലപ്പെട്ട സമയം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഭാവം നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയാണ്. ടീച്ചേഴ്സ് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുക. അപ്പോൾ ടീച്ചർമാർ പറഞ്ഞു, ടീച്ചർ ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്ന ക്ലാസ്സിൽ ഒരു പയ്യനുണ്ട്, തൻ്റെ പേര് പറഞ്ഞു, അവൻ മഹാകൂട്ടം കെട്ടവനാണ്. അവൻ ടീച്ചർമാർ പറഞ്ഞാൽ കേൾക്കൂല, ഞങ്ങൾക്കൊക്കെ ഭയങ്കര തലവേദന, അത് തുടക്കത്തിലേ ഒന്ന് പിടിച്ചേ, നല്ല സ്ട്രിക്റ്റായിട്ട് പിടിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ടീച്ചറിന് മനസ്സിലായി ഈ കുട്ടി ഭയങ്കര കുരുത്തക്കെട്ടവനാണ്, ക്ലാസ്സിൽ പറഞ്ഞാൽ കേൾക്കില്ല, ഭയങ്കര ബഹളമൊക്കെയാണ്, എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആണ്. അങ്ങനെ ടീച്ചർ ഒരു ദിവസം കോപ്പി റൈറ്റിംഗ് ബുക്ക് നോക്കിക്കൊണ്ടേക്ക് പോകും. കോപ്പി റൈറ്റിംഗ് ബുക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒക്കെ എഴുതുന്ന ഹാൻഡ് റൈറ്റിംഗ് ചെയ്യാണ്. ആ ബുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഇവൻ്റെ ബുക്ക് കിട്ടി. അപ്പോൾ ടീച്ചർ നോക്കിയപ്പോൾ ഇവൻ്റെ ബുക്ക് കൊള്ളാം, ഇവൻ നന്നായിട്ട് എഴുതുന്നുണ്ട്, ഇവൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ല രസവും. അപ്പോൾ പിറ്റേ ദിവസം കോപ്പി റൈറ്റിംഗ് ബുക്കൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ടീച്ചർ ഓരോ പിള്ളേരെ വെച്ചിട്ട് കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. ഇവനെ അവസാനം വിളിച്ചു, അവൻ്റെ പേര് വെച്ചു, നീ ഇടവാ. അപ്പോൾ അവൻ എഴുന്നേറ്റ് പോകും. അപ്പോൾ ടീച്ചർ ഇവൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നിന്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ നല്ലതാണ്, ഇൻഫാക്ട് ഈ ക്ലാസ്സിലെ ഏറ്റവും നല്ല കൈയക്ഷരം നിൻ്റേതാണ് എന്ന് പറഞ്ഞിട്ട് ടീച്ചർ എൻ്റെ തലയിൽ പതുക്കെ തലവടി, സൂപ്പർ ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഇവരപ്പം ഇങ്ങനെ കരയാൻ തുടങ്ങി, ചെറിയ പയ്യനാണ്, ഇവരിങ്ങനെ കരയാൻ തുടങ്ങി. അപ്പോൾ ടീച്ചർ വെച്ചു, മോനെ കരയണം. അപ്പോൾ ടീച്ചറെ എന്നോട് ആരും ഇതുവരെ ഇത് പറഞ്ഞിട്ടില്ല, എൻ്റെ ടീച്ചർമാരിത് പറഞ്ഞിട്ടില്ല, എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടില്ല, എൻ്റെ അമ്മയോട് എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്യുന്ന കുരുത്തക്കേടിനൊക്കെ വഴക്ക് പറയാനല്ല മാത്രമേ ഇവരൊക്കെ എന്നോട് സംസാരിക്കാറുള്ളൂ. എന്നോട് ആദ്യമായിട്ട് പറയുന്ന ടീച്ചറാണ്. ഇപ്പോൾ ക്ലാസ്സിൽ 50 പിള്ളേരുണ്ടെങ്കിൽ ഇവൻ്റെ റാങ്ക് 50ാമത്തെയാണ്. ഒരു സെമസ്റ്റർ കഴിഞ്ഞപ്പോൾ ഇവൻ 40 കയറി. പിറ്റേ ക്ലാസ്സിലോട്ട് എത്തിയപ്പോഴേക്കും ഇവൻ്റെ റേഞ്ച് പിന്നെയും കൂടി 30 20 10 അങ്ങനെ ആ സ്കൂളിൽ നിന്ന് പാസ് ഔട്ട് ആകുമ്പോൾ ഇവനവിടുത്തെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറായിട്ടാണ് ഈ പുറത്തോട്ട് വരുന്നത്. ഒറ്റ കാര്യമാണ്, ഒരു ടീച്ചറിൻ്റെ ഭയങ്കരമായ ഒരു ഇടപെടലാണ്. എൻ്റെ സ്കൂൾ ജീവിതം ഇവിടെ ആരംഭിക്കുന്നത് 1970-ൽ. അന്ന് 5ാം ക്ലാസ്സിലേക്ക് അവിടെ എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ഞാൻ 1 മുതൽ പഠിച്ചത് ആംഗ്ലോ സ്കൂളിലാണ്. 5ാം ക്ലാസ്സിൽ വരുമ്പോഴേക്കും എൻ്റെ കഥാപ്രസംഗ രംഗത്തേക്ക് വരാനായിട്ടുള്ള ആ ബീജാവാദം എനിക്ക് ലഭിക്കുന്നത് സെന്റ് ലോറൻസ് സ്കൂളിൽ നിന്നാണ്. അഭിമാനപൂർവ്വം എനിക്ക് പറയാൻ കഴിയും. കാരണം എൻ്റെ വേദി ഇപ്പോൾ ഞാൻ വേദിയാണ്. അത് എനിക്ക് 10 വയസ്സ്
10 വയസ്സ് പ്രായമുള്ളപ്പോൾ ഇവിടെ മൈക്രോഫോൺ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അത്രയധികം പുരോഗതി സാമ്പത്തികമായിട്ട് വരാത്തൊരു സ്കൂളിൻ്റെ സാഹചര്യത്തിൽ അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗുരുവിനെ ഓർമ്മിക്കുന്നുണ്ടാകും. ആ ഗുരു എൻ്റെ മനസ്സിലുള്ളത് മലയാള ഭാഷ പഠിപ്പിച്ചിരുന്ന റാവു മാസ്റ്ററാണ്, തൊണ്ണൂറുകാരനാണ്. റാവു മാസ്റ്റർ ആരോഗ്യപരമായി പാരലൈസ്ഡായി തളർന്നുപോയ മനുഷ്യനെ ഇവിടെ 7ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് അദ്ദേഹത്തെ യാത്രയേക്കാൻ വേണ്ടി ഞാൻ ഈ ബസ് സ്റ്റോപ്പിൽ അദ്ദേഹത്തെ ബസ്സിലേക്ക് വിട്ടാൽ മാത്രമേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവൂ. അങ്ങനെ അദ്ദേഹത്തെ കയറ്റിവിട്ട കത്ത് കൊടുക്കുന്നു. ആദ്യമായി ഞാനിവിടെ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ഒരു പ്രസംഗം അതിവിടെ പറയുമ്പോഴേക്കും അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ, എന്നിലുള്ള ഭാഷ, ഞാൻ ഉപയോഗിക്കുന്ന അക്ഷരശുദ്ധത, അതൊക്കെ എനിക്ക് കൈവരിക്കുവാൻ എന്നെ കരഗതമാക്കിയത് റാവു സാറാണ്. പിന്നെ സുസാനി ടീച്ചറെ ഓർക്കുന്നു, ലോറൻസ് സാറിനെ ഓർക്കുന്നു. അങ്ങനെ ഒട്ടേറെ അധ്യാപകന്മാരെ ഞാൻ സ്മരിക്കുകയാണ്. Do you know what's the next program? Maybe something special. Yes, a fashion show. Fashion show. Wow. Fashion show with names of countries. Okay, let's watch. It's like the whole world has gone mad.
ഫ്രണ്ട്സ് UP സ്കൂൾ അസിസ്റ്റന്റ് ലോക്കൽ മാനേജർ ഫാദർ അരുൺ മാത്യു തൈപ്പറമ്പിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ യോഗത്തിൽ കാതികൻ ഇടക്കുച്ചി സലിംകുമാർ, PTA പ്രസിഡന്റ് റിങ്കു ഷോജി, അധ്യാപകരായ ത്രേസ്യ PJ, ജൂണി എൽഫിജിയ PJ, ക്രിസ്റ്റീന പിൻഹീറോ, വിദ്യാർത്ഥി പ്രതിനിധി മേരി ആഷ്മി എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന പ്രധാന അധ്യാപിക മേരി എലിസബത്ത്, അധ്യാപിക മാഗി ആനറി എന്നിവർ മറുപടി പ്രസംഗം നടത്തി. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച അതിമനോഹരമായ കലാപരിപാടികളും വാർഷിക ആഘോഷത്തിന് മാറ്റുകൂട്ടി. റെഡ് ജനറൽ ലൈഫ് ന്യൂസ്, കൊച്ചി.